അങ്ങനെ നല്ലൊരു ബുധനാഴ്ച ദിവസം ആരംഭിക്കുകയാണ്. ജനാല തുറന്ന് നോക്കിയപ്പോൾ തന്നെ ഞാൻ ആദ്യം കണ്ടത് എൻ്റെ ഫ്രണ്ട്സൊക്കെ കോളേജിലേക്ക് മഴയത്ത് കുടയും പിടിച്ച് നടന്നു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടാവും, അപ്പോൾ ഞാൻ എന്നാ കോളേജിൽ പോകുന്നില്ലേന്ന്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് കോളേജിൽ പോകാൻ പറ്റില്ല. അത് ഞാനിപ്പോൾ പറയാം. എൻ്റെ കണ്ണിന് ചുവപ്പുണ്ടോ? എനിക്കത് കാണാനും പറ്റുന്നില്ല. കണ്ണിസൊക്കെയാണോ എൻ്റെ ഈശോയെ? നല്ലതായിരിക്കില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താ കോളേജിൽ പോകാത്തതെന്ന്. അങ്ങനെ എന്നാൽ പിന്നെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, എന്നാൽ പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് കെട്ടും പടക്കമൊക്കെ ആയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ ബസ്സിൽ കയറി ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഫേസ് മാസ്ക് എടുത്തങ്ങ് ഇട്ടു. അതിന് ശേഷം പിന്നെ പൊളിക്കുന്നതിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എനിക്കാണെങ്കിൽ ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊളിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഫേസ് മാസ്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ ബുക്കിലുള്ള മറ്റ് പേപ്പറുകളും എല്ലാം വലിച്ചു പൊളിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. മാസ്ക് എല്ലാം പറിച്ചു കളഞ്ഞ് ഞാൻ എന്നെ തന്നെ വിലയിരുത്താണ്. എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റമല്ല. നല്ല വെയിലായതുകൊണ്ട് തന്നെ പുറത്തോട്ട് പോകാനോ ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ പെട്ടി എടുത്തുകൊണ്ട് പോയി നോക്കിയപ്പോൾ ആ പെട്ടിയുടെ ഉള്ളിൽ ഒരു മിച്ചറും ഒരു കേക്ക് ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് കഴിക്കാം, എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ, അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ. എന്നാൽ പിന്നെ ഞാൻ ആ കവർ പൊട്ടിച്ച് ലേശം മിച്ചർ എടുത്ത് കഴിച്ചു. എനിക്ക് ചെറുപ്പം മുതൽ മിച്ചർ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതൽ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം വാങ്ങുന്നത് മിച്ചറാണ്. അതിനുശേഷം ഞാൻ കേക്ക് എടുത്ത് കഴിച്ചു. കേക്ക് പക്ഷെ ഭയങ്കര മധുരമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കഴിച്ചിട്ട് അതുപോലെ തന്നെ മടക്കിയെടുത്ത് അങ്ങനെ വെയിലങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, എന്തായാലും നീ ലീവ് എടുത്തിരിക്കുകയല്ലേ, അപ്പോൾ ഒന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോയി കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ. ശരി എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി സ്കൂട്ടർ എടുത്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. ബാക്കി വീഡിയോ പാർട്ട് 2 കാണാവേ.